നമസ്കാരം. ഹരിയാനയിലും ജമ്മു കാശ്മീരിലും നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഹരിയാനയിൽ BJP-യാണ് ഭരണകക്ഷി. അവിടെ ഭരണം നിലനിർത്താനുള്ള എല്ലാ പ്രവർത്തനങ്ങളും BJP ആരംഭിച്ചു കഴിഞ്ഞു. പക്ഷേ ഹരിയാനയേക്കാൾ BJP അതീവ ഗൗരവമായി കാണുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ജമ്മു കാശ്മീരിലെ തെരഞ്ഞെടുപ്പ്. ജമ്മു കാശ്മീരിൽ ഏറ്റവും അവസാനമായി തെരഞ്ഞെടുപ്പ് നടന്നത് 2014-നാണ്. ഏതാണ്ട് ഒരു പതിറ്റാണ്ട് കാലത്തിനു ശേഷമാണ് ജമ്മു കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. ജമ്മു കാശ്മീരിൽ കുറേ വർഷങ്ങൾ കേന്ദ്ര ഭരണത്തിന് കീഴിലായിരുന്നു, രാഷ്ട്രപതി ഭരണത്തിന് കീഴിലായിരുന്നു. ജമ്മു കാശ്മീരിനെ വിഭജിച്ച് ലഡാക്കിനെ ഒരു കേന്ദ്ര ഭരണ പ്രദേശമാക്കിയതിന് ശേഷം, ഭരണഘടനയുടെ 370-ാം വകുപ്പ് റദ്ദാക്കിയതിന് ശേഷം നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പാണ് ജമ്മു കാശ്മീർ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ അതീവ ഗൗരവമായിട്ടാണ് BJP കാണുന്നത് എന്ന് മാത്രമല്ല, ഏതു വിധേനയും ആ സംസ്ഥാനത്ത് ഭരണം പിടിക്കുക എന്നതാണ് BJP-യുടെ ലക്ഷ്യം. അതിനായി അവർ ഹരിയാനയിലേക്ക് പോലും വലിയ ശ്രദ്ധ നൽകുന്നില്ല ദേശീയ നേതൃത്വം എന്നുള്ളതാണ്. ഇപ്പോൾ ദേശീയ നേതൃത്വത്തിൻ്റെ ആകെ ശ്രദ്ധ ജമ്മു കാശ്മീരിൽ എങ്ങനെ ഭരണം പിടിക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് പാർട്ടിയുടെ മുൻ ദേശീയ ജനറൽ സെക്രട്ടറിയായ രാം മാധവിനെ ജമ്മു കാശ്മീരിൻ്റെ ചാർജ് നൽകാനായി പാർട്ടിയിലേക്ക് തിരികെ കൊണ്ടുവന്നിരിക്കുന്നു. അതുമാത്രമല്ല, രാം മാധവിന് പുറമെ ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള മറ്റൊരു BJP നേതാവായ G. കിഷൻ റെഡ്ഡിക്കും ജമ്മു കാശ്മീരിൻ്റെ തെരഞ്ഞെടുപ്പ് ചുമതല നൽകിയിരിക്കുന്നു. പാർട്ടിയിൽ ഇതാദ്യമായിട്ടാണ് ഒന്നിലധികം നേതാക്കൾക്ക് ഒരു സംസ്ഥാനത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചുമതല നൽകുന്നത്. ഇങ്ങനെ BJP വളരെ വ്യക്തമായ രാഷ്ട്രീയം, വളരെ വ്യക്തമായ പദ്ധതിയോടുകൂടി ജമ്മു കാശ്മീരിൻ്റെ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നു എന്നതിൻ്റെ തെളിവാണ് രാം മാധവിൻ്റെ മടങ്ങിവരവും G. കിഷൻ റെഡ്ഡിയും രാം മാധവും അടങ്ങുന്ന സംഘത്തിന് ജമ്മു കാശ്മീർ തെരഞ്ഞെടുപ്പ് ചുമതല നൽകുന്നതും. കഴിഞ്ഞ ദിവസം പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ JP നദ്ദയാണ് ഈ രണ്ട് നേതാക്കൾക്ക് തെരഞ്ഞെടുപ്പ് ചുമതല നൽകിയതായി അറിയിച്ചത്. എന്തായാലും രാം മാധവിൻ്റെ മടങ്ങിവരവ് അത് അതീവ പ്രധാനമാണ്. കാരണം രാം മാധവ് 2020-ൽ തൻ്റെ മാതൃസംഘടനയായ RSS-ലേക്ക് തിരികെ പോയിരുന്നു. രാം മാധവ് ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള രാഷ്ട്രീയ നേതാവാണ്. തൻ്റെ കൗമാര കാലഘട്ടം മുതൽ തന്നെ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൽ പ്രവർത്തിച്ചു പരിചയമുള്ളയാളാണ്. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ മുഴുവൻ സമയ പ്രവർത്തകനായിരുന്നു. 2003 മുതൽ 2014 വരെ RSS-ൻ്റെ ദേശീയ വക്താവായ നേതാവാണ്. 2014 മുതൽ 2020 വരെ അദ്ദേഹം BJP-യുടെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിരുന്നു. ദേശീയ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ രാം മാധവിൻ്റെ പ്രവർത്തനം ഏറെ ശ്രദ്ധേയമായിരുന്നു. പ്രധാനമായും ജമ്മു കാശ്മീരിലെ രാഷ്ട്രീയത്തിൽ രാം മാധവിന് വളരെ വലിയ പങ്കുണ്ട്. 2014-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP-ക്ക് 23 സീറ്റുകളാണ് കിട്ടിയത്. ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ PDP-ക്ക് 28 സീറ്റുകളാണ് കിട്ടിയത്. ആർക്കും ഭൂരിപക്ഷം ലഭിക്കാത്ത ആ തെരഞ്ഞെടുപ്പിൽ PDP എന്ന BJP-യുമായി ഏറെ വ്യത്യസ്തത പുലർത്തുന്ന, അല്ലെങ്കിൽ പ്രത്യയശാസ്ത്രപരമായി രണ്ട് ധ്രുവത്തിൽ നിൽക്കുന്ന പാർട്ടികൾ തമ്മിൽ ഒരു മുന്നണി ഉണ്ടാക്കുകയും തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു മുന്നണി ഉണ്ടാക്കുകയും അവിടെ സർക്കാർ ഉണ്ടാക്കുകയും ചെയ്തതിൽ രാം മാധവിൻ്റെ പങ്ക് വളരെ വലുതാണ്. അവിടെ BJP-ക്ക് ആ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ ലക്ഷ്യമുണ്ടായിരുന്നു. അതായത് കശ്മീരിനെ ഇന്ത്യയോടൊപ്പം കൂട്ടിച്ചേർക്കുക എന്നുള്ളതായിരുന്നു. ഭരണഘടനയുടെ 370-ാം വകുപ്പ് കശ്മീരിന് നൽകിയിരുന്ന പ്രത്യേക പദവി എടുത്തു കളഞ്ഞ് രാജ്യത്തെ ഏതൊരു സംസ്ഥാനത്തെയും പോലെ കശ്മീരിനെയും മാറ്റിയെടുക്കുക എന്നതായിരുന്നു BJP-യുടെ ആ തെരഞ്ഞെടുപ്പിലെ ലക്ഷ്യം. അത് ഭംഗിയായി നിറവേറ്റാൻ രാം മാധവിന് സാധിച്ചിരുന്നു. 23 സീറ്റുകളോടുകൂടി പാർട്ടി 2ാം സ്ഥാനത്തെത്തുന്നു. തൊട്ടടുത്ത പാർട്ടിയുമായി ചേർന്നുകൊണ്ട് അവിടെ ഒരു മുന്നണി സർക്കാർ ഉണ്ടാക്കുന്നു. കൃത്യം 2018 ആകുമ്പോഴേക്കും ആ മുന്നണിക്കുള്ള പിന്തുണ, ആ സർക്കാരിനുള്ള പിന്തുണ BJP പിൻവലിക്കുന്നു. അതിനുശേഷം അവിടെ രാഷ്ട്രപതി ഭരണം വരുന്നു. 2019-ൽ ഭരണഘടനയുടെ 370-ാം വകുപ്പ് റദ്ദാക്കുന്നു. ഈ 370-ാം വകുപ്പ് റദ്ദാക്കുന്നതിനുള്ള ഏറ്റവും മികച്ച രാഷ്ട്രീയ കാലാവസ്ഥ ജമ്മു കാശ്മീരിൽ ഒരുക്കുക എന്നതായിരുന്നു രാം മാധവിൻ്റെ ദൗത്യം. ആ ദൗത്യം അദ്ദേഹം വളരെ ഭംഗിയായി പൂർത്തിയാക്കുന്നു. ഒടുവിൽ 2020-ൽ RSS BJP-യിൽ നിന്നും രാം മാധവിനെ തിരിച്ചു വിളിക്കുന്നു. RSS-ൻ്റെ ദേശീയ നേതൃത്വത്തിലായിരുന്നു പിന്നീട് രാം മാധവിൻ്റെ പ്രവർത്തനങ്ങൾ. ഡൽഹിയിലെ പ്രസിദ്ധമായ ബൗദ്ധിക സംഘടനയായ ഹിന്ദു ഫൗണ്ടേഷൻ എന്ന സംഘടനയുടെ പ്രസിഡൻ്റായും അദ്ദേഹം പ്രവർത്തിച്ചു വരികയായിരുന്നു. ഈ സമയത്താണ് ഇപ്പോൾ വീണ്ടും ജമ്മു കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. ചരിത്രത്തിൽ ഇടം നേടാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണത്. മാത്രമല്ല, ജമ്മു കാശ്മീർ
കശ്മീരിൽ ഇപ്പോൾ മണ്ഡല പുനർനിർണയം നടന്നിരിക്കുന്നു. മണ്ഡല പുനർനിർണയ പ്രകാരം മത്സരം നടക്കാൻ പോകുന്നത് 90 സീറ്റുകളിലേക്കാണ്. 90 സീറ്റുകളിൽ 43 സീറ്റുകളും BJPയുടെ ശക്തി കേന്ദ്രമായ ജമ്മു മേഖലയിലാണ്. മുസ്ലിം ഭൂരിപക്ഷമുള്ള താഴ്വര, കശ്മീർ താഴ്വരയുള്ള മേഖലകളിൽ 47 സീറ്റുകളുണ്ട്. ജമ്മു മേഖലയിൽ BJPയുടെ ശക്തി കേന്ദ്രമാണ്. ആ ശക്തി കേന്ദ്രത്തിൽ പരമാവധി സീറ്റുകൾ നേടുക, അതിനുശേഷം കശ്മീർ താഴ്വരയിലും രാഷ്ട്രീയ സ്വാധീനം ഉറപ്പിച്ചുകൊണ്ട് ഏതാനും സീറ്റുകൾ നേടി ഭൂരിപക്ഷമായ 46 സീറ്റ് എന്നത് കടക്കുക എന്നതാണ് ഇപ്പോൾ BJPയുടെ ലക്ഷ്യം. തീർച്ചയായും അതിന് പറ്റിയ ഒരാൾ രാം മാധവ് തന്നെയാണ്. രാം മാധവിന് കശ്മീരിൻ്റെ മുക്കും മൂലയും അറിയാം. രാം മാധവിന് കശ്മീരിൻ്റെ രാഷ്ട്രീയം അറിയാം. രാം മാധവിന് കശ്മീരിൽ വലിയ രാഷ്ട്രീയ സ്വാധീനങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ RSSൽ നിന്നും BJP തിരികെ ആവശ്യപ്പെട്ടിരിക്കുകയാണ് രാം മാധവ്. BJPയുടെ ആ ആവശ്യത്തെ RSS അംഗീകരിച്ചിരിക്കുന്നു. രാം മാധവ് ഇതാ BJPയിലേക്ക് തിരികെ വന്നിരിക്കുന്നു. കശ്മീരിൻ്റെ ചുമതല നൽകും. കശ്മീരിൽ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ പ്രവർത്തനങ്ങൾ, അതായത് ആ സംസ്ഥാനം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള പ്രചരണ പ്രവർത്തനങ്ങൾക്കാണ് ഇപ്പോൾ BJP രൂപകൽപ്പന നൽകിയിരിക്കുന്നത്. അവിടെ കശ്മീരിനെ സംബന്ധിച്ചിടത്തോളം ധാരാളം കശ്മീരി പണ്ഡിറ്റുകൾ 90കളിൽ ആരംഭിച്ച ഇസ്ലാമിക അധിനിവേശത്തിൻ്റെ ഭാഗമായി അവിടെ നിന്നും പലായനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. 2019 ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിന് ശേഷം ഇസ്ലാമിക തീവ്രവാദത്തിന് വലിയ കുറവ് വന്നിട്ടുണ്ട്. അതിനുശേഷം ധാരാളം ഈ പലായനം ചെയ്ത വിഭാഗങ്ങൾ കശ്മീരിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. അവർക്ക് കൂടി വോട്ടവകാശം നൽകിക്കൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷ അവർ ജമ്മു കാശ്മീരിൽ തെരഞ്ഞെടുപ്പിൽ വയ്ക്കുന്നു. അതിനായി ജമ്മു കാശ്മീരിലെ പൊളിറ്റിക്കൽ എക്സ്പെർട്ട് എന്ന് തന്നെ വിളിക്കാവുന്ന രാം മാധവിനെ ഇപ്പോൾ BJP മടക്കിക്കൊണ്ടുവന്ന് ചുമതല നൽകിയിരിക്കുകയുമാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. Powered by Jyotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Attigal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.